അനസ് റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ ഉമൈസ അവന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ആ കൊച്ചു മനസ്സ് അന്ന് പ്രവാചകന് സ്നേഹം കൊണ്ട് നിറച്ചു. അന്ന് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയിട്ടില്ലായിരുന്നു. റസൂലിനെ ഒരു നോക്ക് കണ്ടിട്ട് പോലുമില്ല. എന്നാൽ കേട്ടറിഞ്ഞതു തന്നെ അനസിന് ധാരാളം. അവൻ്റെ മനസ്സ് റസൂലിനോടുള്ള നിഷ്കളങ്ക സ്നേഹത്താൽ ത്രസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്കു കാണാൻ അവന് ധൃതിയായി. മക്കയിൽ പോയി റസൂലിനെ ഒന്ന് കണ്ടേ തീരൂ, അല്ലെങ്കിൽ അദ്ദേഹം യസ്രിബിൽ വരണം. എന്നിട്ട് വേണം കണ്ണിറയെ ഒന്ന് കാണാൻ, ഹൃദയം നിറയെ ഒന്ന് ആഹ്ലാദിക്കാൻ. കാലം വളരെയൊന്നും കഴിഞ്ഞില്ല. പ്രവാചകനും ഏറ്റവും വിശ്വസ്തനായ അനുയായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും യസ്രിബ് ലക്ഷ്യമാക്കി പുറപ്പെട്ട വാർത്ത എങ്ങും പരന്നു. യസ്രിബിലെ കൊച്ചു കുടിലുകളിൽ പോലും ആഹ്ലാദം അലതല്ലി. ഓരോ ഹൃദയവും ആകാംക്ഷഭരിതരായി. വൈകാതെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനോടൊപ്പം യസ്രിബിൽ വന്നു ചേർന്നു. മുതിർന്നവരും കുട്ടികളുമൊക്കെ ചുറ്റും കൂടി. വലിയൊരു പുരുഷാരം അവരെതിരേറ്റു. കുടുംബിനികളും കൊച്ചുകുട്ടികളുമാകട്ടെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുകളിൽ മട്ടുപ്പാവുകളിൽ മറ്റുമായി കയറിയിരിപ്പാണ്. എല്ലാവരുടെയും ദൃഷ്ടികളിൽ നവാഗതരിൽ പതിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിൽ ആരായിരിക്കും റസൂൽ? പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്കു കാണാൻ കണ്ണുകൾ പരതുമ്പോൾ ചുണ്ടുകൾ പരസ്പരം മന്ത്രിച്ചു. ആ ദിവസം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു. 100 വയസ്സോടടുക്കുന്ന കാലത്ത് പോലും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇന്നലെ എന്ന പോലെ ആ ദിനത്തെ തെളിമയോടെ ഓർത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസം തുടങ്ങി നാളുകൾ കഴിഞ്ഞില്ല. മിൽഹാൻ്റെ മകൾ ഒസൈമ മകൻ അനസിൻ്റെ കയ്യും പിടിച്ച് തിരുസന്നിധിയിലെത്തി. അനസ് റളിയല്ലാഹു അൻഹു അവരുടെ കൈകൾക്കിടയിൽ അസ്വസ്ഥനായിരുന്നു. അവൻ്റെ കൊച്ചു നെറ്റിത്തടങ്ങളിൽ മുടിച്ചുരുളുകൾ പാറിക്കിടക്കുന്നു. തിരുമേനിയെ അഭിവാദ്യം ചെയ്ത് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അൻസാറുകളിൽപ്പെട്ട ആണും പെണ്ണുമായ എല്ലാവരും സമ്മാനങ്ങളുമായി താങ്കളെ വന്നു കണ്ടു. കഷ്ടം, താങ്കൾക്കു സമ്മാനിക്കാനായി എൻ്റെ കയ്യിൽ ഈ മകനല്ലാതെ ഒന്നുമില്ല. അതിനാൽ ഇവനെ താങ്കൾ സ്വീകരിച്ചാലും താങ്കൾക്ക് എന്തു സേവനം വേണമെങ്കിലും ഇവൻ ചെയ്തു തരും. ഓമനത്തം തുളുമ്പുന്ന ആ കൊച്ചു ബാലനെ കണ്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി സന്തോഷിച്ചു. അദ്ദേഹം അവനെ അരികിലേക്ക് വിളിച്ചു. തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ തല തടവി. അവൻ്റെ മുഖത്തും ശിരസിലുമൊക്കെ സ്നേഹപൂർവ്വം വിരലോടിച്ചു. സന്തോഷപൂർവ്വം അവനെ സ്വീകരിച്ച് അവനെ കുടുംബാംഗമായി അംഗീകരിച്ചു. ഉനൈസ് എന്നാണ് അനസിനെ അവിടുന്ന് സ്നേഹപൂർവ്വം വിളിച്ചത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായി അവിടുത്തെ സേവനത്തിന് വേണ്ടി ഉമൈസ മകനെ തിരുസന്നിധിയിൽ കൊണ്ടാക്കുമ്പോൾ അനസുവിന് 10 വയസ്സേ ഉള്ളൂ. തിരുമേനിയുടെ സ്നേഹലാളനേറ്റ് അവൻ വളർന്നു. ആ പരസ്പര സ്നേഹം തിരുദൂതരുടെ ജീവിതാന്ത്യം വരെ നീണ്ടുനിന്നു. സുദീർഘകാലമായ 10 വർഷം അനസിനെ സംബന്ധിച്ചിടത്തോളം ആത്മസംസ്കരണത്തിൻ്റെ സുവർണകാലമായിരുന്നു അത്. തിരുസന്നിധിയിൽ നിന്ന് അനസ് ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചു. തിരുദൂതരുടെ വ്യക്തിജീവിതത്തിൻ്റെ ഉള്ളും പുറവും ഒന്നുപോലെ മനസ്സിലാക്കാൻ അവന് സാധിച്ചു. മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത സൗഭാഗ്യം, ഒരു മകന് സ്വന്തം പിതാവിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്ത നിസ്തുലമായ പെരുമാറ്റവും സ്നേഹാനുകമ്പകളും ഏറ്റവും ഉദാത്തമായ സമീപനങ്ങളും ഉദാരമായ പെരുമാറ്റ രീതികളുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അതുല്യമായ ആ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അടുത്തറിഞ്ഞ അനസ് വികാരവായ്പോടെ അതേക്കുറിച്ച് അനുസ്മരിക്കുന്നു. ഇങ്ങനെയാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്: ഈ ജനങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള ആളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരെക്കാളും ഹൃദയവിശാലതയും സ്നേഹസമ്പത്തും അദ്ദേഹത്തിനുണ്ട്. ഒരു നാൾ അദ്ദേഹം എന്നെ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. പക്ഷേ വഴിക്ക് വെച്ച് തെരുവിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങി അവരോടൊപ്പം കളിക്കാൻ. അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യത്തിൽ ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ ആ കുട്ടികളുടെ കൂടെ ആയിരുന്നപ്പോൾ ആരോ എൻ്റെ പിറകിൽ വന്നു നിൽക്കുന്നത് പോലെ അയാൾ എൻ്റെ വസ്ത്രത്തിൽ പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നു.
അദ്ദേഹം ചോദിച്ചു, ഉനൈസ്, ഞാൻ പറഞ്ഞയച്ച കാര്യത്തിന് നീ പോയില്ലേ? ലജ്ജാഭാരത്തോടെ ഞാൻ പറഞ്ഞു, അതെ പ്രവാചകരെ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അള്ളാഹുവാണേ, ഞാൻ അദ്ദേഹത്തിന് 10 വർഷക്കാലം സേവനം ചെയ്തു. ഈ കാലയളവിൽ ഒരു കാര്യത്തെക്കുറിച്ചും നീ ഇതെന്തിനു ചെയ്തു, നീ ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ വിളിച്ചിരുന്നത് പോലും ലാളനയോടെയാണ്. അദ്ദേഹം സ്നേഹപൂർവ്വം ഉനൈസ്, കുഞ്ഞുമോനെ എന്നൊക്കെ വിളിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുകമ്പാപൂർവവും സ്നേഹപൂർവവുമായ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് അനസിൻ്റെ ഹൃദയം നിറഞ്ഞു. അവയിൽ പലതും അനസ് എന്നും ഓർക്കുമായിരുന്നു. കുഞ്ഞുമകനെ, കഴിയുന്നതും നിൻ്റെ ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ആരോടും വിദ്വേഷം വെച്ച് പുലർത്താത്തവയും ആരോടും വഞ്ചന കാണിക്കാത്തവയുമാക്കുക. എൻ്റെ ശരി അതാണ്. ആരെങ്കിലും എൻ്റെ ശരിയെ സജീവമായി നിലനിർത്തിയാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. കുഞ്ഞുമകനെ, നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക. അത് നിനക്കും അവർക്കും അനുഗ്രഹമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏകദേശം 80 വർഷം അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. ഇക്കാലം അത്രയും പ്രവാചക സ്മരണയാൽ ധന്യമായിരുന്നു അനസിൻ്റെ മനസ്സ്. നബിയുടെ അധ്യാപനങ്ങളും ചര്യയും പഠിച്ചും പഠിപ്പിച്ചുമാണ് അദ്ദേഹം കാലം തള്ളി നീക്കിയത്. സ്വഹാബി ശ്രേഷ്ഠരുടെയും അവരുടെ പിൻഗാമികളുടെയും ആ കാലത്ത് ജനഹൃദയങ്ങളിൽ പ്രവാചക സ്മരണ കൊണ്ട് ശ്രേഷ്ഠമായ പ്രവാചക അധ്യാപനങ്ങൾ കൊണ്ട് അദ്ദേഹം നിറച്ചു. ഇക്കാലം അത്രയും മുസ്ലിം സമൂഹം അവരുടെ വളരെ സംശയങ്ങൾക്കും ദൂരീകരിച്ചതും വിശദീകരണം തേടിയതുമൊക്കെ പലപ്പോഴും അനസ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ സംബന്ധിച്ചൊരു തർക്കം ഇവയിൽ പ്രസിദ്ധമാണ്. അന്ത്യനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ഹൗദിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ഹൗദിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ കാണുവോളും ദീർഘകാലം ഞാൻ ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് ദാഹം തീർക്കുവാൻ വിധി കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടല്ലാതെ നമസ്കാരം നിർവഹിക്കാത്ത പ്രവാചക പത്നിമാരുടെ കാലവും ഞാൻ പിന്നിട്ടുപോയി. തൻ്റെ സുദീർഘമായ ജീവിതകാലത്തുടനീളം പ്രവാചക സ്മരണയിലാണ് അനസ് കഴിച്ചു കൂട്ടിയത്. പ്രവാചകനെ ആദ്യമായി കണ്ട നാൾ അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം വിവരണാതീതമാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും ദുഃഖഭാരത്താൽ വിതുമ്പുകയല്ലാതെ ഒന്നും ഉരിയിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വാക്കിലും പ്രവൃത്തിയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ അദ്ദേഹത്തിന് ആവേശമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടതൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. തിരുനബി വെറുത്തതൊക്കെ അദ്ദേഹം വെറുത്തു. തൻ്റെ ജീവിതത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം ഓർത്തിരുന്നത് 2 സന്ദർഭങ്ങളാണ്. ആദ്യമായി നബിയെ കണ്ടുമുട്ടിയ ദിവസം, അവിടുന്ന്, പിന്നെ മറ്റൊന്ന് അവിടുന്ന് എന്നേക്കുമായി വിട പറഞ്ഞ ദിവസം. ആദ്യ നാളുകളെ കുറിച്ചോർക്കുമ്പോൾ ഒരു പരിമളം അനുഭവിക്കുന്നത് പോലെ അനസ് ആഹ്ലാദഭരിതനാകും. രണ്ടാമത്തെ നാൾ ഓർക്കേണ്ടി വരുമ്പോൾ കൊച്ചു കുഞ്ഞിനെപ്പോലെ വിങ്ങിപ്പൊട്ടും. അതുകണ്ട് കൂടെയുള്ളവരൊക്കെ കരയുമായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ഞാൻ കണ്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഞങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോയതും കണ്ടു. ഇവയോട് സാമ്യമുള്ള വേറെ 2 നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മദീനയിൽ നിന്ന് അവിടുന്ന് പ്രവേശിച്ച നാൾ അവിടമാകെ പ്രകാശപ്രശോഭിതമായി. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയ നാളോ മദീനയാകെ ഇരുട്ട് പരന്നുപോലെയാകി. ഞാൻ തിരുദൂതരെ അവസാനമായി കണ്ട ദിവസം അത് ഓർക്കാൻ വയ്യ. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയുടെ വരികൾ വകഞ്ഞു മാറ്റപ്പെട്ടിരിക്കുന്നു. മുസഫിൻ്റെ ഒരു താള് പോലെ, ഒരു പേജ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം കാണപ്പെട്ടത്. ജനങ്ങളൊക്കെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിലായി തടിച്ചുകൂടി നിൽക്കുകയാണ്. അവർ ഉത്കണ്ഠയോടെ പ്രവാചകനെ നോക്കുന്നു. അവരോരോരുത്തരും വിങ്ങിപ്പൊട്ടുമാറായിരിക്കുന്നു. ക്ഷമ കൈവിടാതെ സഹനം അവലംബിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ആംഗ്യം കാണിച്ചു. ആ നിൽപ്പ് വളരെ അധികം നീണ്ടു നിന്നില്ല. സന്ധ്യയോടെ തിരുദൂതർ തൻ്റെ നാഥൻ്റെ അടുത്തേക്ക് യാത്രയായി. മരിച്ചു കിടന്ന പ്രവാചകൻ്റെ പ്രശോഭിതമായ മുഖം ഒരു കാഴ്ച തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ച് അതിന്മേൽ മണ്ണു വാരിയിട്ട രംഗം ഹൃദയവേദകം തന്നെയായിരുന്നു.
അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിന് വേണ്ടി പലപ്പോഴായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിൽ പ്രധാനമായത് ഒന്ന് ഇതായിരുന്നു: അല്ലാഹുവേ, നീ ഇവനെ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അനുഗ്രഹിക്കണേ, അവന് ഐശ്വര്യങ്ങൾ നൽകണമേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന അള്ളാഹു അക്ഷരം പ്രതി സ്വീകരിച്ചു. അൻസാറുകളിൽ പിൽക്കാലത്ത് ഏറ്റവും സമ്പന്നനും സന്താന സൗഭാഗ്യമുള്ളവനും അനസ് ബിൻ മാലിക്കായിരുന്നു. മക്കളും പേരമക്കളുമായി 100-ൽ പരം പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു നൂറ്റാണ്ടിലേറെക്കാലം, കൃത്യമായി പറഞ്ഞാൽ 103 വർഷം അദ്ദേഹം ജീവിച്ചു. അന്ത്യനാളിൽ പുണ്യപ്രവാചകൻ്റെ ശുപാർശ ലഭിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന അനസിന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യനാളിൽ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു: അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇത് താങ്കളുടെ കൊച്ചു ബ്രദൻ ഉനൈസാകുന്നു. മരണം പ്രതീക്ഷിച്ച് രോഗശയ്യയിൽ കിടക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കുടുംബാംഗങ്ങളോടായി പറഞ്ഞു, നിങ്ങളെനിക്ക് കലിമ ചൊല്ലിത്തരിക. അങ്ങനെ അവസാന ശ്വാസം വരെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ കലിമയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദ് റസൂലുള്ളാ എന്ന് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നു. മരണാസന്നമായ അവസ്ഥയിൽ വസിയത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായിരുന്ന ഒരു കൊച്ചു വടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. തന്നെ കബറടക്കുമ്പോൾ ആ കൊച്ചു വടിയും ഒപ്പം വയ്ക്കണമെന്നായിരുന്നു അനസിൻ്റെ വസിയത്ത്. അദ്ദേഹത്തെ മറമാടുമ്പോൾ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൊച്ചുവടി മൃതദേഹത്തിൻ്റെ പാർശ്വത്തായി വസ്ത്രത്തിനകത്തായി ചേർത്ത് വെക്കുകയുണ്ടായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഭാഗ്യം ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ ഏറെ അനുഗ്രഹിച്ചു. സുദീർഘമായ 10 വർഷം പ്രവാചക തിരുനബിയോടൊത്ത് ജീവിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും നടപടിക്രമങ്ങളുമൊക്കെ തലമുറകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിവേദകരുടെ നിലയിൽ 3-മനാണ് അനസ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിറകിലായി. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനസിനോടും മാതാവിനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് ഉത്തമമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.